അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഐഫോൺ 60 Pro Max 60 Pro Max മേടിക്കുന്ന ഒരു വ്ളോഗ് വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിരുന്നത് 30 Pro ആയിരുന്നു. പക്ഷേ 30 Pro സ്ക്രീൻ ചിന്നിപ്പോയി മറ്റേ അപ്ഡേറ്റ് കാരണം. അപ്പോൾ അത് കൊടുത്തിട്ട് കിട്ടാൻ 2 ആഴ്ചയോളം ആവും പറഞ്ഞു. അപ്പോൾ അതോ ലാഗ് ആവണ കാരണം നമ്മളെ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഒരു 60 Pro Max ഏതായാലും വന്നതല്ല. അപ്പോൾ ഒരു ഫോൺ എടുത്താലോ എന്നല്ല മൈൻഡിൽ ഇപ്പോൾ പോവാണ്. ഇപ്പോൾ പെരിന്തൽമണ്ണ കേട്ടോ. പെരിന്തൽമണ്ണ ഫസ്റ്റ് തപ്പിയിട്ട് വേണം. ഒപ്പം അസണ്ട് മോശം കോഷ്ടുണ്ട്. ഫസ്റ്റ് പെരിന്തൽമണ്ണ ഇമേജ് മൊബൈൽസ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അവിടെ സാധനം ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ എടുക്കാൻ പ്ലാന് ഒന്നെങ്കിൽ 1 TB അല്ലാന്നുണ്ടെങ്കിൽ ഒരു 512 ആ ഒരു ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാനാണ് പ്ലാൻ. എൻ്റെ 30 Pro 256 GB ആയിരുന്നു. പക്ഷെ അതിൽ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളായി ഉണ്ടായിരുന്നു. അതിൽ ഒരു അപ്ഡേറ്റ് വരുമ്പോഴും ക്യാപ്കട്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്കട്ടനെ കുറേ GB കൊണ്ടുപോകും. അപ്പോൾ 512 കിട്ടണം. പിന്നെ USA പീസ് എടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഇപ്പോഴും എവിടെയും എല്ലാ ഷോപ്പിലും കിട്ടണില്ല. ഇമേജ് ഉണ്ട്, ഗൾഫ് ഫോൺ ഉണ്ട്, രണ്ടിലും നോക്കണം. അത് ശരി കേട്ടോ. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കോ. ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടൊരു 2 ആഴ്ച കഴിഞ്ഞിട്ട് കറക്റ്റ് 2 ആഴ്ചയിൽ അതുകൊണ്ട് സ്ക്രീനാണ് പച്ച കളറായി. എന്നിട്ട് പിന്നെ അത് ആപ്പിൾ കെയർ കൊണ്ടേ കൊടുത്തു. പക്ഷെ ആപ്പിൾ കെയറിന് ഫ്രീ ആയിട്ട് മാറ്റിത്തരാന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഫോണിന് ഡാമേജ് ഒന്നും ഇല്ലെങ്കിൽ. ഇല്ല ഫോണാട്ടോ, റിയൽമി. അപ്പൊ അങ്ങനെ ആസിഫ് 60 Pro Max 1 TB മേടിക്കാൻ പോവാണ്. ഇതൊക്കെ ഏതാടാ? 16 Pro Max. 16 Pro Max. ഇവിടെ ഇമേജ് മൊബൈൽസിൽ ഫോൺ നോക്കിയപ്പോ അവിടെ EMI പാസ്സാവൂല എന്തൊക്കെ പറഞ്ഞിട്ടോ. ഒന്നും മനസ്സിലായില്ല. അപ്പൊ ഇനി അടുത്തത് അതിനപ്പുറത്തെ ഗൾഫ് ഫോണിക്കോട്ടെ പോയി. അല്ലെങ്കിൽ പിന്നെ റെഡി പേയ്മെന്റ് ഗൾഫ് ഫീസ് ഇൻട്രസ്റ്റ് നല്ല കൂടും പറഞ്ഞു EMI ആയിട്ട് എടുക്കുമ്പോൾ. പിന്നെ 60 Pro വേരിയന്റ് കൂടെ ആവുമ്പോ നല്ല റേറ്റ് കൂടും പറയാം. അപ്പൊ ഇനി അടുത്ത് ഇവിടെ നിന്ന് പോയി നോക്കി നോക്കാനാ. മൂസി ഫസ്റ്റ് തന്നെ കേട്ടോ. മൂസിയുടെ ആ ഒരു ചിക്ക് ഉണ്ട് പറഞ്ഞു. എന്താ മൂസി ആയിരിക്കണ 256 മോട്ടർ ആക്കണമെന്ന് എന്തിനാ വെച്ചിട്ടാ അവനക്ക് സിനിമാറ്റിക്കാണ്ട് റീൽ എടുക്കാനാണ്. എത്ര ഇന്ത്യൻ പ്രൈസ് 184 EMI ഇല്ലേ? ബജാജ് ക്രെഡിറ്റ് കാർഡ് സാധനം ഇവിടെ ഉണ്ടോ? സാധനമല്ല കൺഫേം ആയി ബജാജ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ കിട്ടോ? 23 വയസ്സാവണം കേട്ടോ ബജാജ് കാർഡ് കിട്ടാൻ. അപ്പം മൂസിന്റെ പേരിൽ എടുക്കാം. എന്നിട്ട് വേണം മൂസിനെ ചാമ്പാൻ. മൂസിയുടെ ബാങ്കിൽ നിന്നാണ് പൈസ എടുക്കുന്നത്. മൂസി അവിടെ ഇരിക്കുന്നുണ്ട്. മൂസി അല്ലെങ്കിൽ അവൻ്റെ കയ്യിലിരിക്കണ 12 Pro Max ഫൈൻ അടിച്ചിട്ടാണ് അതിനെ ഒരുവിധം അയക്കുന്നത്. ഫോണ് ഗൾഫ് ഫോണൊന്നും ഇമേജ് മൊബൈൽസൊന്നും എടുത്തില്ല കേട്ടോ. അവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച EMIക്ക് ഡൗൺ പേയ്മെന്റിന് ഫണ്ട് കിട്ടണില്ല. അപ്പോൾ വേറൊരു ഇടവഴി കൂടെ ഫോൺ കിട്ടുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുക വിചാരിച്ചു. ഗൾഫ് ഫീസ് തന്നെ റേറ്റ് കമ്മിയിൽ കിട്ടുക. അപ്പോൾ അത് എങ്ങനെയാണ് എവിടുന്നാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അത് അവർക്കൊരു പ്രശ്നമാവും. അപ്പോൾ സാധനം ഇന്ന് വൈകുന്നേരത്ത് കിട്ടും. 60 Pro Max 1 TB കേട്ടോ. എനിക്കിത് ഓർമ്മ ഉണ്ടോ മൂസിയുടെ? അപ്പൊ ഗൈസ് അങ്ങനെ വീണ്ടും ഞങ്ങളെ നാട്ടിലേക്ക് എത്തി. ഐഫോൺ 60 Pro Max അല്ലട്ടോ, പഴയ ഫോൺ റിയൽമിയാ. ഫോണ് ഓർഡർ ചെയ്തിട്ടുള്ളൂ, കോഴിക്കോടായിരുന്നു. അപ്പോൾ വൈകുന്നേരം 6 മണിക്കാണ് വണ്ടി എന്നാ പറയുന്നത് ഫോണ് കിട്ടുള്ളൂ. അപ്പൊ ഇനി ഒന്നുകൂടി പെരിന്തൽമണ്ണക്ക് പോകണം. കുറച്ച് തെണ്ടിക്കണു. ഈ 1 TB ആകുമ്പോൾ അങ്ങനെ ആരും മേടിക്കാത്തൊരു സാധനമുണ്ട്, കിട്ടാനില്ല. പിന്നെ എല്ലാ ഷോപ്പിലും 256 GB ഉള്ളു കിട്ടുന്നു. പിന്നെ ഇന്ത്യൻ പീസിന്റെ റേറ്റിന് TRA പീസ് തരാമെന്നും പറയുന്നുണ്ട്. അപ്പൊ ഗൈസ് പിന്നെ ഇതാ പെരിന്തൽമണ്ണക്ക് തന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾ നാട്ടിലേക്ക് തന്നെ വന്നു. കാരണം
ഐഫോൺ 1TB ആയതുകൊണ്ട് പെരിന്തൽമണ്ണ അവിടെ എല്ലാ ഷോപ്പിലും തപ്പിട്ട് കിട്ടിയില്ല. പിന്നെ അവിടുന്ന് അസന്റെ ഒരു കമ്പനിക്കാരൻ വഴി അവിടുന്ന് ഓന്റെ ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് ബസ്സിൽ ഇങ്ങോട്ട് അതിനെന്താ പറയാ കാർഗോയോ പാർസലോ ബസ്സിൽ അയച്ചു. അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിലേക്ക് വേണം ഐഫോൺ എടുക്കാൻ. രാവിലെ 10 മണിക്ക് ഇറങ്ങിയതാ. പെരിന്തൽമണ്ണയിൽ ഇറങ്ങാത്ത കടല്ല. പിന്നെ EMI നടക്കണില്ല. പ്രോ സീരീസ് എന്താ EMI ഡൗൺ പേയ്മെന്റ് നല്ല അടക്കണം തോന്നുന്നു. അപ്പൊ അത് നടന്നില്ല. അവസാനം റെഡി ക്യാഷിൽ തന്നെ എടുത്തു. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങള് പെരിന്തൽമണ്ണ എത്തിണ്ട് കേട്ടോ. അപ്പൊ അവിടെ വണ്ടി പാർക്ക് ബസ് സ്റ്റാൻഡിലല്ലേ, അവിടെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാര് നല്ല കഞ്ചാവ് വെച്ച് ഞങ്ങൾ നിൽക്കാൻ വിചാരിക്കും. അപ്പൊ ഇനി ഇങ്ങനെ അപ്പൊ അതിന് രക്ഷപ്പെടാൻ ഇവിടെ മാർക്കറ്റ് സെറ്റിമാരെ കാറ് വർക്ക് ചെയ്തത്. പെരിന്തൽമണ്ണ കേട്ടോ, പെരിന്തൽമണ്ണ സ്റ്റുഡിയോ അല്ലേ. 8:45 തുടങ്ങി ബസ് വരിക. അപ്പൊ അതുവരെ കട്ട പോസ്റ്റാണ്. അപ്പൊ എന്തേലൊക്കെ ഇവിടെ കാട്ടണ്ടേ. സ്റ്റുഡിയോയില് വെറുതെ കയറിയ കളഞ്ഞു. സാധാരണ എടുക്കണേ. ഇപ്പൊ സബ്സ്ക്രൈബർ പറഞ്ഞ ചെക്കൻ വന്നില്ലേ, അവനോട് ഒന്നുകൂടി വീഡിയോ എടുക്കാൻ പറഞ്ഞു. എന്നിട്ടെന്താ ഒന്നുകൂടി വീഡിയോ എടുക്കാൻ പറയാ. മൂസി ടെസ്റ്റ് ചെയ്ത പോലാട്ടി കാണുന്നു. ഫുള്ള് വലിച്ചിട്ടിരിക്കുന്നു. ആ എന്ത് വീട്ടിലാണ് കുട്ടി എപ്പോഴും വന്നിട്ടുണ്ട്. ഇത് രസണ്ടാ എന്നിട്ട് മേടിക്കോ? ജിമ്മനാണ്. എല്ലാവരുടെ കൂട്ടത്തിലും ഉണ്ടാവും സ്റ്റുഡിയോയിൽ നിന്ന് ഡ്രസ് മാറ്റി ഫോട്ടോ എടുക്കുന്നതാണ്. നിങ്ങളുടെ കൂട്ടത്തിലെ മഹാനെ മെൻഷൻ ചെയ്യും. മനസ്സിലായില്ലേ? ശരി എന്നാ. ശരി എന്നാ. ഒരു ബായ് ലുക്ക് മൂസിയുടെ വക 10ന്റെ ചോദിച്ച് കിട്ടിയത്. അമ്മ നമ്പന കാഴ്ചോട്ടെ. സമയം 8:30 പറയും. എന്ത് പറയാ, ഇന്നത്തെ ദിവസം മൊത്തം പോയി എന്റെ തേങ്ങട കൂട് കാരണം. എന്ത് കാരണം? എന്റെ ഈ 60 Pro പറയുന്നില്ല. ഒരു ഫോണിന് വേണ്ടി രാവിലെ ഇറങ്ങിയ മൂസ് പാവം ചെക്ക. രാവിലെ അല്ല ഉച്ചക്ക് ബ്രോസ്റ്റ് മാത്രം കഴിച്ച എന്റെ കുട്ടി പാവം. എന്നിട്ട് ചായം കടി ഇന്ത്യക്ക് നാടും ചെയ്തു. വേറെ എന്റെ കുട്ടി ഇരിക്കണോക്കടാ പാവടാ. ഇവിടെ പെരിന്തൽമണ്ണ ബസ്സിനും വെയിറ്റ് നിൽക്കണ മൂസ് പാവം. രാത്രി നേരെ 10 മണിയായി. കൊറേ നേരമായി ഓനൊരു സനാബസ് കാത്തുകൾ എടുത്തിട്ട്. ആടാ എന്നടാ അവൻ ചിരിച്ച തന്നെയല്ലേ അടച്ചോനിക്കറിയാ. അതാടാ സാധനം ഒന്ന് മേടിച്ച. രാവിലെ വന്നതാണ്. ഇപ്പൊ സമയം രാത്രി 10 മണി ആവാറായി. അതാ പോണു. രാവിലെ 10 മണിക്ക് ഇറങ്ങി. ഇപ്പൊ സമയം 10 മണിയിലെ അല്ലേ. 10 മണി രാത്രി. ഇപ്പോഴാണ് സാധനം കിട്ടിയിരിക്കണ്. അതിന്റെ ഉള്ളിൽ വേറെ കോമഡി ഉണ്ടായി. ഇത് പൊട്ടിക്കും പറഞ്ഞുതരാം. ബസ്സേര് ഫസ്റ്റ് KSRTCന്റെ മുമ്പിൽ ഞങ്ങൾ നിന്നപ്പോ ബസ്സേര് ഞങ്ങളോട് പറഞ്ഞു സാധനം ഞങ്ങളുടെ കയ്യിലില്ലാന്നോ. അപ്പൊ ഞങ്ങളോട് കാളി നെഞ്ചൊക്കെ പാടി. എന്നിട്ട് സാധനം കിട്ടി മക്കളെ. കാണിച്ചെടുക്ക് 1TB ആണോ കാണിച്ചെടുക്ക്. ഇതെന്തോരാ ടിവിയോ? എടുത്തുകൊക്ക്. ഇതിലെവിടെയാണ് 1TB എന്നൊക്കെ എഴുതിക്കണേ? അതിലൊന്നും എഴുതിട്ടില്ല. സാധനം അൺബോക്സ് ചെയ്യുന്ന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല പോലെ ബിസ്മില്ലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതില്ലേ? ഓക്കെ.
വലത് കൈ കൊണ്ട് തുറക്കണം. അതെ, ഇങ്ങനെ തുറക്ക്. പൊലിവൊക്കെ എന്റെ മുഖത്ത്. ഇതിന്റെ ഒപ്പം ചാർജർ ഉണ്ട്, സിമ്മിന്റെ ഉണ്ട്. അപ്പോ ഓണാവൂല അത്ര ആപ്പിളിന്റെ വരെ ഇവിടെ ആൻഡ്രോയിഡിന്റെ ചിഹ്നം മൊത്തത്തില് കാണിച്ചു കൊടുക്കടാ, അതിന്റെ ബാക്കും ഫ്രണ്ടൊക്കെ കാണിച്ചു കൊടുക്കടാ. ഇങ്ങോട്ട് എടുത്തേക്ക് പിടിക്ക്. ഇതാട്ടോ ഇത്. ഞാൻ ശരിക്കും പറയാം, ഇതൊക്കെ ഫുൾ കോസ്റ്റ്യൂമിലാണ് വന്നിക്കണേ. അപ്പൊ ഞങ്ങള് രാവിലെ ഫോൺ എടുത്തിട്ട് വൈകുന്നേരത്ത് നല്ല പിക്കൊക്കെ എടുത്ത് സെറ്റപ്പ് ആവണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിൽക്കും. പക്ഷെ നാളെ ഞങ്ങൾ പിക്ക് അടിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഫുള്ള് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നവർക്ക് ഈ ഫോൺ എത്ര ബെറ്റർ ആണെന്ന് നിൽക്കുകയാണ് നാളത്തെ അടുത്ത വീഡിയോയിൽ കാണും. അതവിടെ എന്തൊക്കെ എഴുതി തന്നെ കണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഫുള്ള് ടെറർ ചെയ്യുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെറിയ വീഡിയോ ആണ്, ചിലർക്ക് ചടപ്പിച്ചിട്ടുണ്ടാവും, ചിലർക്ക് പൊട്ടന്മാരെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ഓക്കെ, ബൈ.